Welcome to our channel. We are back with another interesting video. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനലിൽ എത്തുന്നതെങ്കിൽ ദിസ് ഈസ് ലെറ്റ്സ് ടോക്ക് വിത്ത് KK. ഓരോ തവണയും മികച്ച കൊറിയൻ കണ്ടന്റുകളുമായി ഞങ്ങൾ എത്താറുണ്ട്. സോ സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത് സൗത്ത് കൊറിയയെക്കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സുകളാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്ന്. ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നിൽ നിന്നും വികസിതവും ഉയർന്ന വരുമാനവുമുള്ള ഒരു രാജ്യമായി ഏതാനും തലമുറകൾക്കുള്ളിൽ സൗത്ത് കൊറിയ വളർന്നു വന്നത് ഏറെ ശ്രദ്ധേയമാണ്. ചേബോൾസ് എന്ന് വിളിക്കപ്പെടുന്ന കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ ആധിപത്യമുള്ള വളരെ വികസിതമായ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സൗത്ത് കൊറിയയുടേത്. GDP പ്രകാരം ലോകത്തിലെ 10ാമത്തെയും ഏഷ്യയിലെ 4ാമത്തെയും വലിയ സമ്പദ് വ്യവസ്ഥയാണ് സൗത്ത് കൊറിയയുടേത്. വേഗതയേറിയ ഇന്റർനെറ്റ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ശരാശരി ഇന്റർനെറ്റ് കണക്ഷൻ വേഗതയുള്ള രാജ്യമാണ് സൗത്ത് കൊറിയ. അവർ മറ്റെല്ലാ രാജ്യങ്ങളുടെയും ഇന്റർനെറ്റ് വേഗതയെ ഗണ്യമായ അളവിൽ തോൽപ്പിക്കുന്നു. രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം 92% ആളുകളും ഇന്റർനെറ്റ് ഉപയോക്താക്കളാണ്. സൗത്ത് കൊറിയയുടെ പകുതിയിലധികവും വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. സൗത്ത് കൊറിയ എന്ന് കേൾക്കുമ്പോൾ അമ്പരചുംബികളായ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ചിത്രമാകും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. എന്നാൽ സൗത്ത് കൊറിയയുടെ 64% വനത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. തലസ്ഥാനമായ സോളിനെ ചുറ്റിപ്പറ്റിയുള്ള 8 പർവ്വതങ്ങൾ ഉൾപ്പെടെ ധാരാളം പർവ്വതങ്ങളുണ്ട്. കൂടാതെ മറ്റ് പല നഗരങ്ങളും പർവ്വത ശിഖരങ്ങൾ, വലിയ തടാകങ്ങൾ, വനങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. രാജ്യത്തിന് 2413 കിലോമീറ്റർ കടൽ തീരമുണ്ട്. പടിഞ്ഞാറും തെക്കും വിശാലമായ തീരസമതലങ്ങളും തീരത്ത് മാത്രം 3000 ജനവാസമില്ലാത്ത ചെറിയ ദ്വീപുകളും ഉണ്ട്. യുനെസ്കോയുടെ 15 ലോക പൈതൃക സൈറ്റുകളാണ് സൗത്ത് കൊറിയയിലുള്ളത്. 2021 കണക്കനുസരിച്ച് 13 സാംസ്കാരിക സൈറ്റുകളും 2 പ്രകൃതിദത്ത സൈറ്റുകളും ഉൾപ്പെടെ 15 ലോക പൈതൃക സൈറ്റുകൾ സൗത്ത് കൊറിയയിലുണ്ട്. രാജകൊട്ടാരങ്ങൾ, ശവകുടീരങ്ങൾ, കോട്ടകൾ, ആരാധനാലയങ്ങൾ, ഹനോക്ക് ഗ്രാമങ്ങൾ അഥവാ പരമ്പരാഗത കൊറിയൻ വീടുകളുള്ള ഗ്രാമങ്ങൾ, ജെജു ഐലൻഡ് എന്നിവ സൗത്ത് കൊറിയയിൽ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എയർ റൂട്ട് സൗത്ത് കൊറിയയിലാണ്. സൗത്ത് കൊറിയൻ ദ്വീപായ ജെജുവിനും തലസ്ഥാനമായ സോളിനുമിടയിലാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഈ എയർ റൂട്ട്. സോളിൽ നിന്നും ജെജുവിലേക്ക് ഓരോ 8 മിനിറ്റിലും ശരാശരി ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഓരോ ദിവസവും 180 വിമാനങ്ങൾ വരെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പ്രതിദിനം ശരാശരി 36,000-ലധികം യാത്രക്കാർ സോളിൽ നിന്നും ജെജുവിലേക്ക് യാത്ര ചെയ്യുന്നു. ഈ റൂട്ടിൽ ആകെ 7 എയർലൈനുകൾ മത്സരിക്കുന്നു. ജനിക്കുമ്പോൾ കൊറിയക്കാർക്ക് 1 വയസ്സ് കൂടുതലാണ്. സൗത്ത് കൊറിയയിൽ ജനിക്കുമ്പോൾ കുഞ്ഞിന് 1 വയസ്സ് പ്രായമുള്ളതായി അവർ കരുതുന്നു. കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ 9 മാസത്തോളം, അതായത് ഏകദേശം 1 വർഷത്തോളം ഉള്ളതുകൊണ്ടാണെന്ന് ആളുകൾ കരുതുന്നു എന്നാണ് ഒരു വിശദീകരണം. സൗത്ത് കൊറിയക്കാർ എല്ലാവരെയും പോലെ ജനിച്ച തീയതിയിൽ അവരുടെ ജന്മദിനം ആഘോഷിക്കുന്നു. എന്നാൽ എല്ലാ ജനുവരി ആദ്യവും വരുന്ന പുതുവത്സരം വരെ അവരുടെ പ്രായം മാറുകയില്ല. നിങ്ങളുടെ കൊറിയൻ പ്രായം അറിയണമെങ്കിൽ നിലവിലെ വർഷത്തിൽ നിന്നും നിങ്ങളുടെ ജനന വർഷം കുറയ്ക്കുക, തുടർന്ന് 1 ചേർക്കുക. ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ അമിതഭാരമുള്ളവരുടെ എണ്ണം സൗത്ത് കൊറിയയിലാണ്. ആരോഗ്യകരമായ ഭക്ഷണക്രമമോ ജനറ്റിക്സോ ആകട്ടെ, ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ അമിതഭാരമുള്ളവരുടെ എണ്ണം സൗത്ത് കൊറിയയിലാണ്. സൗത്ത് കൊറിയയ്ക്കൊപ്പം ജപ്പാനുമുണ്ട്. ലോകത്ത് ഏറ്റവും കുറവ് തടിയുള്ളവരുള്ള 2 രാജ്യങ്ങൾ ഇവയാണ്. സൗത്ത് കൊറിയയിൽ പ്ലാസ്റ്റിക് സർജറി തികച്ചും സാധാരണമാണ്. പ്ലാസ്റ്റിക് സർജറിയുടെ ലോക തലസ്ഥാനമാണ് സൗത്ത് കൊറിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇരട്ട കൺപോളകളുടെ ശസ്ത്രക്രിയയാണ് സാധാരണയായി ആളുകൾ ചെയ്യാറുള്ളത്. മൂക്ക്, കവിൾ, താടിയെല്ല് എന്നിവ ക്രമീകരിക്കുവാനുള്ള സർജറിയും സാധാരണമാണ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പ്ലാസ്റ്റിക് സർജറിക്കും മറ്റു മെഡിക്കൽ ചികിത്സകൾക്കും മാത്രമായി ധാരാളം ആളുകൾ സൗത്ത് കൊറിയയിലേക്ക് എത്തുന്നു. സൗത്ത് കൊറിയയിൽ പുരുഷന്മാർ മേക്കപ്പ് ചെയ്യുന്നത് സാധാരണമാണ്.
സൗത്ത് കൊറിയൻ സമൂഹത്തിൽ സൗന്ദര്യവും ബാഹ്യരൂപവും ഒരു വലിയ കാര്യമാണ്. സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ രൂപത്തെക്കുറിച്ച് അതീവ ബോധവാന്മാരാണ്. അതിനാൽ തന്നെ സൗത്ത് കൊറിയയിൽ പുരുഷന്മാരും മേക്കപ്പ് ധരിക്കുന്നത് സാധാരണമാണ്. സൗത്ത് കൊറിയയിൽ നമ്പർ 4 അശുഭമായി കണക്കാക്കുന്നു. സൈനോ കൊറിയനിൽ നമ്പർ 4 മരണം എന്ന വാക്കിനും സ എന്ന് ഒരേ ഉച്ചാരണമാണ്. അതിനാൽ നമ്പർ 4 അശുഭമായി കണക്കാക്കുന്നു. നമ്പർ 4 ഈ ഭയത്തെ ടെട്രാഫോബിയ എന്ന് വിളിക്കുന്നു. കെട്ടിടങ്ങളിൽ, എലവേറ്ററുകളിൽ നമ്പർ 4 പകരം F എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു. നമ്പർ 4 കുറിച്ചുള്ള ഈ വിശ്വാസം മറ്റു പല ഏഷ്യൻ രാജ്യങ്ങളിലും നിലനിൽക്കുന്നു. നിരവധി പ്രൊഫഷണൽ ഗെയിമേഴ്സിന്റെ നാടാണ് സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിൽ ഗെയിമിംഗ് ഒരു ഹോബി മാത്രമല്ല, അതൊരു ലൈഫ് സ്റ്റൈലാണ്. ഒരു പ്രൊഫഷണൽ ഗെയിമർ ആകുന്നത് സൗത്ത് കൊറിയയിൽ നിയമാനുസൃതമായ ഒരു കരിയറാണ്. കൊറിയയിലെ സക്സസ്ഫുൾ പ്ലേയേഴ്സ് സെലിബ്രിറ്റികളെ പോലെയാണ്. അവർ ധാരാളം പണം സമ്പാദിക്കുന്നു. എല്ലായിടത്തും കത്രിക കാണാം. നിങ്ങളുടെ അടുക്കളയിൽ ഒരു കത്രിക ഉണ്ടെങ്കിലും അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നായിരിക്കില്ല. എന്നാൽ സൗത്ത് കൊറിയയിൽ കത്രിക എല്ലാ അടുക്കള സജ്ജീകരണങ്ങളുടെയും അവിഭാജ്യ ഘടകമാണ്. കാരണം അവ ന്യൂഡിൽസ്, മാംസം, കിംചി എന്നിങ്ങനെ പലതരം ഭക്ഷണങ്ങൾ മുറിക്കാൻ ഉപയോഗിക്കുന്നു. നോ ടിപ്സ്. സൗത്ത് കൊറിയയിൽ ടിപ്പ് നൽകുന്നത് ഒരു സാധാരണ രീതിയല്ല. വെയിറ്റർമാർ, ടാക്സി ഡ്രൈവർമാർ, ഹോട്ടൽ ജീവനക്കാർ എന്നിവർക്ക് ടിപ്പ് നൽകുന്നത് വളരെ സാധാരണമായ പല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സൗത്ത് കൊറിയയിൽ ടിപ്പ് നൽകുന്നത് പരുഷമായി കണക്കാക്കുന്നു. ഫുഡ് ഡെലിവറി വളരെ ഗൗരവമായി എടുക്കുന്നു. സൗത്ത് കൊറിയയിലെ ഫുഡ് ഡെലിവറി ആഗോളതലത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒന്നായി കണക്കാക്കാം. ഭൂരിഭാഗം റെസ്റ്റോറൻറ്റുകളും മോട്ടോർ സൈക്കിളിൽ എത്തുന്ന ഒരു ജീവനക്കാരൻ മുഖേന വീട്ടിലേക്ക് നേരിട്ട് ഭക്ഷണം എത്തിക്കുന്നു. മോട്ടോർ സൈക്കിളിൻ്റെ ഏറ്റവും നല്ല ഗുണം നിങ്ങൾക്കറിയാമല്ലോ. മോട്ടോർ സൈക്കിളിന് എത്ര തിരക്കേറിയ ട്രാഫിക്കിലും വാഹനങ്ങൾക്കിടയിലൂടെ കടന്നു പോകാൻ കഴിയുന്നു. അതിനാൽ ഭക്ഷണം വേഗത്തിൽ കസ്റ്റമറിന് എത്തിച്ചേർക്കുവാൻ സാധിക്കുന്നു. സൗത്ത് കൊറിയൻ ഫുഡ് ഡെലിവറിയെക്കുറിച്ചുള്ള സവിശേഷമായ ഒരു വസ്തുത, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എത്തിച്ച പാത്രങ്ങൾ മുൻവാതിലിന് പുറത്തു വയ്ക്കാം. ഭക്ഷണം ഡെലിവറി ചെയ്ത ആൾ അവയെടുക്കാൻ പിന്നീട് തിരിച്ചു വരും. സൗത്ത് കൊറിയയുടെ ദേശീയ പാനീയമാണ് സോജു. സൗത്ത് കൊറിയയിൽ പൊതുവെ മദ്യം കഴിക്കുന്നത് പൂർണ്ണമായും അനുവദനീയമാണ്. സോജുവിൽ സാധാരണയായി 19% ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. ഏഷ്യയിലെ മറ്റ് അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് സൗത്ത് കൊറിയയ്ക്ക് ശക്തമായ മദ്യപാന സംസ്കാരമുണ്ട്. ഇത് അവരുടെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും വേരൂന്നിയതാണ്. കുറ്റവാളികൾ അവരുടെ കുറ്റകൃത്യങ്ങൾ വീണ്ടും അവതരിപ്പിക്കാൻ നിർബന്ധിതരാകുന്നു. മർഡർ അല്ലെങ്കിൽ റേപ്പ് പോലുള്ള വലിയ കുറ്റകൃത്യങ്ങളിൽ സംശയിക്കപ്പെടുന്ന പ്രതികളെ കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവരുടെ കുറ്റകൃത്യങ്ങൾ വീണ്ടും അവതരിപ്പിക്കാൻ നിർബന്ധിതരാക്കുന്നു. ഈ പുനരാവിഷ്കരണങ്ങളിൽ പത്രപ്രവർത്തകർ പങ്കെടുക്കുന്നു. അവർ എന്താണ് സംഭവിച്ചതെന്ന് റെക്കോർഡ് ചെയ്യുകയും ഫോട്ടോസ് എടുക്കുകയും ചെയ്യുന്നു. കുറ്റകൃത്യ പുനരാവിഷ്കരണങ്ങളിൽ പൊതുജനങ്ങളെ കാണാൻ അനുവദിക്കുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നിർണ്ണയിക്കാൻ പോലീസിനെ സഹായിക്കാനും യഥാർത്ഥത്തിൽ ചെയ്യാത്ത ഒരു കുറ്റകൃത്യം ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന ആരെയും കണ്ടെത്താനും കുറ്റകൃത്യ പുനരാവിഷ്കരണം ഉപയോഗിക്കുന്നു. എല്ലാ സൗത്ത് കൊറിയൻ പുരുഷ പൗരന്മാരും നിർബന്ധിത സൈനിക സേവനം നടത്തേണ്ടതുണ്ട്. സൗത്ത് കൊറിയയിൽ 18-നും 28-നും ഇടയിൽ പ്രായമുള്ള എല്ലാ പുരുഷ പൗരന്മാരും ഏകദേശം 2 വർഷത്തേക്ക് നിർബന്ധിത സൈനിക സേവനം നടത്തേണ്ടതുണ്ട്. രാജ്യത്തിന്റെ പ്രശസ്തി വിദേശത്ത് ഉയർത്തുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ കായിക താരങ്ങൾക്കും ശാസ്ത്രീയ സംഗീതജ്ഞർക്കും നിർബന്ധിത സൈനിക സേവനത്തിൽ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൈനിക സേവനം ആവശ്യമില്ല, എന്നാൽ അവർക്ക് സ്വമേധയാ സൈന്യത്തിൽ ചേരാം. നിർബന്ധിത സൈനിക സേവനം 1957 മുതൽ സൗത്ത് കൊറിയയിൽ നിലവിലുണ്ട്. പ്ലാസ്റ്റിക് ക്യാഷ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിൽ ക്രെഡിറ്റ് കാർഡുകൾ സ്വീകരിക്കാത്ത ഒരു സ്ഥലം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. ടാക്സികൾ, ഷോപ്പുകൾ, മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റുകളും ക്രെഡിറ്റ് കാർഡുകൾ സ്വീകരിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്നു. 200-ലധികം തരം കിംചി ഉണ്ട്. പരമ്പരാഗത കൊറിയൻ ഭക്ഷണ വിഭവങ്ങളിൽ ഒന്നാണ് കിംചി.
ദഹന സംബന്ധമായ ആരോഗ്യത്തിനും കിംചി മികച്ചതാണ്. അതിനാൽ കൊറിയക്കാർ ഇത് എല്ലാ ഭക്ഷണത്തിൻ്റെയും ഭാഗമാക്കുന്നു. ബർഗറുകളിലും പിസയിലും പാൻകേക്കുകളിലും പോലും ഇത് ഉൾപ്പെടുത്തി അവർ നവീകരിച്ചു. നാപ്പ കാബേജുകൾ വിവിധ ചേരുവകളോടൊപ്പം ചേർത്തുണ്ടാക്കുന്ന ബേച്ചു കിംചിയാണ് മിക്കവർക്കും പരിചിതമായത്. മറ്റ് പലതരം കാബേജ്, റാഡിഷ്, ഉള്ളി, വെള്ളരി എന്നിവയും ഡസൻ കണക്കിന് കൂടുതൽ പച്ചക്കറികളിൽ നിന്നും 200-ലധികം തരം കിംചി ഉണ്ടാക്കാം. എല്ലാം അവയുടേതായ വ്യത്യസ്ത രുചികളോടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് സൗത്ത് കൊറിയയെക്കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചവയല്ലാതെ നിങ്ങൾക്ക് സൗത്ത് കൊറിയയെക്കുറിച്ച് അറിയാവുന്ന ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് കമൻസിലൂടെ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു കൊറിയൻ കണ്ടന്റുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും